നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. നമസ്കാരം. അനന്തമായ ആകാശ പൂമുഖത്ത് കൊളുത്തിവെച്ച ചിരാത് പോലെ ചന്ദ്രൻ, കാർത്തിക ദീപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരക്കെ നക്ഷത്രങ്ങൾ. സന്ധ്യ പുണ്യവതിയാണ്, അവൾക്ക് ദൈവികമായ പരിവേഷമുണ്ട്. ഈ സന്ധ്യാവേളയിൽ നമുക്ക് തെളിയിക്കാം നമ്മുടെ സന്ധ്യാദീപം. ആദികാവ്യമായ രാമായണത്തെ അടിസ്ഥാനമാക്കി വിവിധ ഭാരതീയ ഭാഷകളിൽ നിരവധി രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോന്നും അതത് പ്രദേശത്തിൻ്റെ സംസ്കാരം കൂടി കലർന്നതാണ്. അധ്യാത്മ രാമായണം മൂലകൃതിയോട് ഏറെ നീതി പുലർത്തുന്ന സൃഷ്ടിയാണ്. അതുതന്നെയാണ് അതിൻ്റെ സ്വീകാര്യതയ്ക്ക് കാരണവും. കേൾക്കാം രാമായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലങ്കാദഹനമൊക്കെ കഴിഞ്ഞ് സുന്ദരകാന്ഡം അവസാനിച്ചു. ഇനി നമ്മൾ യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും എല്ലാം സർവ സന്നാഹങ്ങളോട് കൂടി സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. വാനരവൃന്ദം മകരാലയം കണ്ട് മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം. ഭീമനീസ്വനം അത്യുന്നത തരംഗാഢ്യമഗാധമിതു തരണം ചെയ്വതിന് അരുത് ആർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനു. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയക്രോധലോപാദികൾ സൗഖ്യ മതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിത് ആത്മനീ സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിം പരമാത്മനി. സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യം ആനന്ദമാത്രം പരോ. ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരൻ പുമാൻ. മായാ ഗുണങ്ങളിൽ സംഗതനാകയാൽ മായാ വിമോഹിതന്മാർക്കു തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. സീതയെ ഓർത്ത് രാമൻ ലോകത്തെ അനുകരിക്കുന്നത് പോലെ വിലാപം തുടങ്ങി. ദുഃഖഹർഷാദികളും മതമോഹാദികളും അജ്ഞാനികൾക്കുള്ളതാണ്. ദേഹാഭിമാനമുള്ളവർക്കേ ഇതൊക്കെ സംഭവിക്കൂ. ചിതാത്മാവിൽ നിത്യാനന്ദം മാത്രമാണ്. സുഖിക്കുന്നതും ദുഃഖിക്കുന്നതും ഒക്കെ തോന്നുന്നത് മായയിൽ മുഴുകിയവർക്കാണ്. ആത്മാവിൽ നമുക്ക് എപ്പോഴും
നിത്യാനന്ദം മാത്രമാണ്. വീണ്ടും വിഭീഷണൻ രാവണനെ ഉപദേശിക്കുകയാണ്. രാമനെ കീഴ്പ്പെടുത്താമെന്ന് ആരും കരുതണ്ട. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അസുരന്മാരെ നശിപ്പിക്കുവാൻ ദശരഥപുത്രനായിട്ട് ജനിച്ചവനാണ് ശ്രീരാമൻ. സേവിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ് ശ്രീരാമൻ. ഭക്തിയോടെ നീ ശ്രീരാമനെ സേവിച്ചാലും. തൻ്റെ ജ്യേഷ്ഠനായ രാവണൻ താൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് വന്നപ്പോൾ രാമഭക്തനായ വിഭീഷണൻ തൻ്റെ 4 മന്ത്രിമാരുമായി ശ്രീരാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു. സീതാദേവിയെ അപഹരിച്ചത് തിരികെ ഏൽപ്പിക്കണമെന്ന് ഞാൻ രാവണനോട് പറഞ്ഞതൊന്നും അവൻ ഇഷ്ടമായില്ല. അവൻ എന്നെ കൊല്ലുവാനായിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നത് എന്ന് വിഭീഷണൻ ശ്രീരാമനോട് പറഞ്ഞു. വിഭീഷണൻ പറഞ്ഞത് കേട്ട് സുഗ്രീവൻ ശത്രുപക്ഷത്തുള്ളവരെ മിത്രമായി കാണരുതെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ ഇങ്ങനെ പറയുകയാണ്: രാക്ഷസവംശത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും ശത്രുക്കളാകണമെന്നില്ല. ജാതിയോ പേരോ അല്ല, അവരുടെ ഗുണമാണ് പ്രധാനം. സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവദാധാവായതും ഭവാൻ ദർവീകരേന്ദ്രശയനാദയാനിധേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവഗണ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധു കൈടഭാന്തകൻ ജ്ഞാനീഹ ത്വത്പാദഭക്തി നിശ്രേണിയേ സാനന്ദമാശു സംപ്രാപ്യ രഘുപദേ 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 ജ്ഞാനയോഗാഖ്യസൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ സീതാപദേ രാമ കാരുണികോത്തമ യാദൂധാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാം എണ്ണേ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവം അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ. ആദിയും അന്തവും ഇല്ലാത്ത അങ്ങ് തന്നെയാണ് ഇന്ദ്രാദി ദേവതകൾ. കാലവും സ്ഥലവും അണുവും മഹത്തും പിതാവും മാതാവും സർവദാതാവും അങ്ങ് തന്നെ. അങ്ങയുടെ പാദപങ്കജത്തോടുള്ള ഭക്തിയാകുന്ന കോണിപ്പടിയിലൂടെ ജ്ഞാനയോഗമെന്ന മഹാസൗധത്തിലേക്ക് കയറാൻ മോഹിച്ചു വന്ന എന്നെ രക്ഷിക്കണമേ. ഭക്തി പാരവശ്യത്തോടെ മുൻപിൽ വന്ന് വണങ്ങി നിന്ന വിഭീഷണനോട് മന്ദഹാസം തൂക്കിക്കൊണ്ട് രാമൻ പറയുകയാണ്: ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ. എന്നെ കണ്ടെത്തിയാൽ പിന്നെ അവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാകുകയില്ല. വിഭീഷണ സ്തുതി എന്നും ചൊല്ലുന്നത് നമുക്കും നല്ലതാണ്. സന്തുഷ്ടനായ രാമൻ വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു. ലക്ഷ്മണനും വാനരൻ ശ്രേഷ്ഠന്മാരും വാദ്യഘോഷങ്ങളോടെ രാമനൊപ്പം നിന്നു.
ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭാവഭയദാരുണം നവകഞ്ചലോചന കഞ്ച മുഖകര കഞ്ച പാദ കഞ്ചാരുണം ശ്രീരാം ഏതു ദൈവത്തിനാണ് കൂടുതൽ മഹത്വം? പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. എന്നാൽ ഏകനായ സൂര്യൻ പുൽക്കുടിയിലെ മഞ്ഞു കണങ്ങളിൽ പ്രതിഫലിക്കുന്ന പോലെയാണ് നമ്മുടെ ബഹുദൈവ സങ്കല്പവും എന്ന് നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അതിനായി നമുക്ക് കാണാം വാത്മീകം. എല്ലാവർക്കും നമസ്കാരം. മുഴുവൻ രാമഭക്തർക്കും വാത്മീകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. രാമന്റെ കഥയാണ് രാമായണം. മുഴുവൻ സംഭവവികാസങ്ങളും നടക്കുന്നത് രാമനെ ചുറ്റിപ്പറ്റിയാണ്. രാമാവതാരം ഉണ്ടാവാനുണ്ടായിട്ടുള്ള സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. ധർമ്മ സംസ്ഥാപനത്തിനായി രാവണാദി കുംഭകർണന്മാരെ നിഗ്രഹിക്കുന്നതിനായി ഒരു സാധാരണ മനുഷ്യനായി മര്യാദാ പുരുഷോത്തമനായി ഭഗവാൻ അവതാരമെടുത്തു. ഈ ഭഗവാന്റെ കഥ തൊട്ടാണ് രാമായണത്തിന്റെ ഒരു തുടക്കം നാം പൊതുവിൽ പറയാറുള്ളത്. അവിടെ വെച്ച് അയോധ്യയെക്കുറിച്ച്, കോസല രാജ്യത്തെക്കുറിച്ച്, ആ കോസല രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള നേമി എന്ന ദശരഥനെ കുറിച്ചൊക്കെ നാം സംസാരിക്കും. രാമനാണ് ദശരഥന്റെ മൂത്ത പുത്രൻ എന്നൊരു വ്യാഖ്യാനം പൊതുവിൽ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ശ്രീരാമസ്വാമിക്ക് മുമ്പായി ദശരഥന് ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത എത്ര പേർക്കറിയാം? രാമന് മുമ്പ് ദശരഥന് കൗസല്യയിൽ ഒരു മകൾ ജനിച്ചിട്ടുണ്ട്. ആ മകളുടെ പേരാണ് ശാന്ത. യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിയുടെ, സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ, ശത്രുഘ്നസ്വാമിയുടെ, ഭരതസ്വാമിയുടെ ഒക്കെ തന്നെ ചേച്ചി സ്ഥാനം ഉള്ള ആളാണ് ശാന്ത. ശാന്ത ദശരഥന്റെ മകളായിരുന്നു. സ്വന്തം ഭാര്യയായിട്ടുള്ള കൗസല്യയിൽ ഒരു തരത്തിലുള്ള യാഗങ്ങളും നടത്താതെ സ്വാഭാവികമായി ദശരഥന് ഉണ്ടായിട്ടുള്ള മകളാണ് ശാന്ത. ദശരഥനൊരു പുത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ പുത്രിയായിട്ടുള്ള ശാന്തയെക്കുറിച്ച് കൂടുതൽ രാമായണത്തിൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും ലഘുവായിട്ടുള്ള ഉത്തരം, ഒരിക്കൽ ദശരഥനെ കാണാനായി ദശരഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അംഗരാജ്യത്തെ രാജാവുമായിരുന്ന ലോമപാദൻ തൻ്റെ ഭാര്യയോടൊപ്പം എത്തുന്നു. അപ്പോഴാണ് ശാന്തയോടൊപ്പം തൻ്റെ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛനായിട്ടുള്ള ദശരഥനെ അവിടെ കാണുന്നത്. ശാന്തയോടൊപ്പം ആ മട്ടുപ്പാവിലിരുന്ന് കളിക്കുന്ന ദശരഥനെ കാണുന്ന ലോമപാദ രാജാവിന് അത്യന്തം വിഷമമാണ് ഉണ്ടാവുന്നത്. കാരണം അദ്ദേഹവും ഭാര്യയും വലിയ തോതിൽ പുത്രദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലോമപാദ രാജാവ് ദശരഥനോട് ചോദിക്കുന്നത്, ഈ ശാന്തയെപ്പോലെ ഒരു മകളെ അങ്ങേക്ക് കിട്ടിയല്ലോ, ഇത്ര കണ്ട് നിപുണയായിട്ടുള്ള, ഈ പ്രായത്തിൽ തന്നെ ഇത്ര കണ്ട് പാണ്ഡിത്യമുള്ള, ഇത്ര കണ്ട് ചൈതന്യമുള്ള ഒരു മോളെ അങ്ങേക്ക് കിട്ടിയല്ലോ, ഞങ്ങൾക്ക് മഹാദേവൻ ഇങ്ങനെ ഒരു മോളെ തന്നില്ലല്ലോ എന്നുള്ള വിഷമം, ഒരു ആത്മഗതം പോലെ ലോമപാദ രാജാവ് അംഗരാജ്യൻ ഈ ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നത്. ആ സുഹൃത്തിന്റെ വിഷമത്തിൽ മനസ്സലിഞ്ഞ ദശരഥൻ തൻ്റെ സ്വന്തം മകളായിട്ടുള്ള ശാന്തയെ ലോമപാദ രാജാവിന് ദത്തായി നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ശാന്ത വളരുന്നത് അയോധ്യയിലല്ല, കൗസലത്തിലല്ല, മറിച്ച് അംഗരാജ്യത്താണ്. അംഗരാജ്യത്ത് മഴ പെയ്യാതിരിക്കുന്ന കഥ ഏറ്റവും പ്രശസ്തമാണല്ലോ. ആ അംഗരാജ്യത്ത് മഴ പെയ്യിക്കാനായി വന്ന മുനികുമാരൻ ഋഷ്യശൃംഗൻ, അദ്ദേഹം തന്നെയാണ് ആ യാഗാവസാനം ഈ ശാന്തയെ വിവാഹം കഴിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമാവതാരത്തിന് കാരണമാകാൻ ശാന്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഋഷ്യശൃംഗൻ തന്നെയാണ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതും അതിൽ നിന്ന് ലഭിക്കുന്ന പായസം സേവിച്ചാൽ അങ്ങയുടെ ഭാര്യമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാവും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതും. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമാവതാരത്തിന് ശാന്തയും കാരണമായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ശാന്തയുടെ പതിയായിട്ടുള്ള സാക്ഷാൽ ഋഷ്യശൃംഗനാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്. ആ ശാന്തയെക്കുറിച്ച് കൂടി ഓർക്കുമ്പോഴേ ആ അയോധ്യയിലെ മുഴുവൻ വംശത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രാമായണത്തിൽ ഒരു കഥാപാത്രത്തെയും നമുക്ക് ഇത് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല.
4 ഉത്തമരായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത്യുത്തമയായിട്ടുള്ള ഒരു പെൺകുട്ടിയും ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു എന്നുള്ള വസ്തുത രാമായണം പഠിക്കുന്ന പല ആളുകളും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്തെങ്കിലും ശാന്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാം പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. പുത്രദുഃഖത്താൽ വിഷമിക്കുന്ന സ്വന്തം സുഹൃത്തിന് സ്വന്തം മകളെ ദാനം ചെയ്യാനുള്ള മനസ്സ് ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ശാന്തയെ ഓർക്കുമ്പോൾ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. വടക്കേ ഇന്ത്യയിൽ മണാലി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഋഷിശൃംഗന്റെ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇന്നും ശാന്താദേവിയുടെ പ്രതിഷ്ഠ നമുക്കവിടെ കാണാൻ സാധിക്കും. ശാന്തയെ ആരാധിക്കാൻ വരുന്നവരെ മുഴുവൻ ശ്രീരാമൻ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി അനുഗ്രഹിക്കും എന്നാണ് ആ ക്ഷേത്രത്തിലെ വിശ്വാസം. അപ്പോൾ മലയാളികൾക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു ശാന്തയെ പലരും മനസ്സിലാക്കാതെ ഇതൊരു പ്രധാനപ്പെട്ട കഥാപാത്രമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ശാന്തയെ കൂടി ഈ രാമായണ മാസക്കാലത്ത് നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. ശാന്തയുടെ പാണ്ഡിത്യത്തെ, ശാന്തയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് രാമാവതാരത്തിന് പോലും കാരണമായിട്ടുള്ള ശാന്തയെ നമസ്കരിച്ചുകൊണ്ട് വേണം ഇത്തവണത്തെ രാമായണ മാസം നാം പൂർത്തിയാക്കാൻ എന്ന് മാന്യ ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുന്നു. ശാന്തയുടെ മഹത്വം നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതിലൂടെ രാമധർമ്മത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. പ്രസിദ്ധമായ ക്ഷേത്ര സന്നിധിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചകളിലൂടെ. കടൽക്കാറ്റിലെ ഓങ്കാരനാദം പേരാലിലകളെ തഴുകുമ്പോൾ ചുവട്ടിൽ 10,000-കണക്കിന് മണിനാവുകളിൽ നിന്നുതിരുന്നത് പ്രാർത്ഥനകൾ. പേരാലിൽ മണി കെട്ടുന്നതിന് പിന്നിലുമുണ്ട് ഒരൈതിഹ്യം. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയ മണി അടർന്ന് താഴെ വീണു. ഇതുകണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി. ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി. വരദായിനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് പേരാലിൽ മണികൾ കെട്ടുന്നത് ഉത്തമമാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെ അത് പ്രധാന വഴിപാടായി. കായലും കടലും അതിരിടുന്ന ചെറുദ്വീപിൽ ഒരു ക്ഷേത്രം. അവിടെ ഭക്തർ മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിസ്വരൂപിണിയായ ദേവി. ആസുരിക ശക്തികളെ നിഗ്രഹിച്ച ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങൾ. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഇന്ന് സംസാരസാഗരത്തിൽ പെട്ടുഴലുന്ന ഭക്തർക്ക് അഭയസ്ഥാനമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് കാട്ടിൽ മേക്കതിൽ ദേവീ പ്രതിഷ്ഠയ്ക്ക്. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. കാട്ടിൽ പടീറ്റ എന്ന കുടുംബം ദേവീ ചൈതന്യം ചമ്പക്കുളത്തുനിന്ന് ഇവിടെ എത്തിച്ചു എന്നാണ് വിശ്വാസം. മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് ദേവി തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രതീകമായി ക്ഷേത്രത്തിലെ കിടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ഇന്നും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും അതിപുരാതനമാണ്. AD 1781 ധനുമാസത്തിലെ പൗർണമി നാളിൽ ഓണാട്ടുകര സന്ദർശിച്ച ശേഷം അനന്തപുരിയിലേക്ക് കായലിലൂടെ വഞ്ചിയിൽ മടങ്ങുകയായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ഇവിടെ വെച്ച് ദേവീദർശനം ഉണ്ടായതായും പറയപ്പെടുന്നു. പിന്നീട് ഇവിടെ ദർശനത്തിനെത്തുന്ന മഹാരാജാവിനും പരിവാരങ്ങൾക്കും താമസിക്കാൻ കായൽ തീരത്ത് ഒരു കൊട്ടാരം പണിതു. കൊട്ടാരമിരുന്ന സ്ഥലം ഇന്ന് കൊട്ടാരക്കടവ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലെങ്ങുമില്ലാത്ത ആചാര വഴിപാട് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഉദ്ദിഷ്ടകാര്യ ലാഭത്തിനായി മണി നേർച്ചയാണ് പ്രധാന വഴിപാട്. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി
ക്ഷേത്ര പരിസരത്തുള്ള പേരാലിൽ പ്രാർത്ഥിച്ചു കെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ദേവിയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ ഭക്തർ മണി കെട്ടുന്ന ആചാരം ഇവിടുത്തെ മാത്രം പ്രത്യേകത. ആൽമരത്തിൽ കെട്ടുന്ന ഓരോ മണിയും ഭക്തരുടെ ഓരോ സ്വപ്നങ്ങളാണ്, സങ്കടമുക്തിക്കുള്ള പ്രാർത്ഥനകളാണ്. മണിനാവിൽ നിന്നുതിരുന്ന കിലുക്കങ്ങൾ വരപ്രസാദിനിയായ അമ്മയുടെ അടുക്കൽ ചെന്നെത്തുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ നിന്ന് സദാ ഉയരുന്ന മണിക്കിലുക്കം. 7 മാസമോ 7 ആഴ്ചയോ 7 ദിവസമോ തുടർച്ചയായി മണികെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം. ആഗ്രഹം സഫലമായാൽ ക്ഷേത്രസന്നിധിയിൽ ദേവിക്ക് പൊങ്കാലയിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ദ്വീപിൽ കുടികൊള്ളുന്ന പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹസിദ്ധി നേരിട്ടറിഞ്ഞവരാണ് ഭക്തരും പ്രദേശവാസികളും. സുനാമി തിരമാലകൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ വിഴുങ്ങിയപ്പോൾ ക്ഷേത്രം മാത്രം ചെറുപോറൽ പോലുമേൽക്കാതെ അതിജീവിച്ചു. ഇത് കാട്ടിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. കടലിനോട് വളരെ അടുത്തുള്ള സ്ഥലമായിട്ടും ക്ഷേത്രാങ്കണത്തിലെ ശുദ്ധജലം ലഭിക്കുന്ന കിണർ അത്ഭുതമാണ്. വളരെ പണ്ട് ക്ഷേത്രപ്പറമ്പിൽ 3 പനകളും 2 കുളങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ശുദ്ധജലം ലഭിച്ചിരുന്ന ഒരു കുളത്തിലെ വെള്ളം ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. മറ്റേ കുളം ക്ഷേത്രത്തിന് സമീപത്തുള്ള പൊതുജനങ്ങളും ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്ന പോലെ ക്ഷേത്ര പരിസരത്ത് 5 കിണറുകളും 1 പനയും ഇപ്പോഴുമുണ്ട്. കദംബ വനവാസിനിയായ ശ്രീ ലളിതാ പരമേശ്വരിയെപ്പോലെ ഭക്തരെ ഭവസാഗരം കടത്തുന്ന മോക്ഷപ്രദായിനിയായ കാട്ടിൽ മേക്കതിൽ ദേവിയുടെ ചൈതന്യം തേടി കാതങ്ങൾ താണ്ടി ഭക്തരെത്തുന്നു. അവരുടെ ആഗ്രഹങ്ങളുടെ മണിക്കിലുക്കത്തിന് കൃപ ചൊരിയാൻ അമ്മയും കാത്തിരിക്കുന്നു. ഇന്നത്തെ രാമായണ പാരായണവും വാത്മീകവും ദീപാരാധന കാഴ്ചകളും എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. പുതിയൊരു അധ്യായവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ഏവർക്കും വന്ദനം.